I am Vijay Nair, former officer of Food Corporation of India. Current affairs in പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ന്യൂസ്, യൂണിയൻ മിനിസ്റ്റർ DMK MPs പാസ് ഇൻ ലോക്സഭ. ആ ഒരു വിഷയം അറിയാം, നമുക്കൊക്കെ അറിയാം. DMKയുടെ MPs എന്തായിരിക്കും സെൻട്രൽ ഗവൺമെന്റുമായിട്ട്. ഇപ്പം ഇന്നലെ ബഡ്ജറ്റ് സെഷന്റെ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്തു. ബഡ്ജറ്റ് സെഷൻ ഈസ് ദ ഫസ്റ്റ് സെഷൻ of Indian Parliament in an year, and the budget was presented in the first part of that budget session, and after that after the presentation of budget and some other activities, the session was the session not completely ended. അത് ഒരു കുറച്ച് നാളത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. എന്നിട്ട് സെക്കൻഡ് പാർട്ടായിട്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഡീലിമിറ്റേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ. ദാറ്റ് ഡിസ്കഷൻ വാസ് ഹാപ്പൻഡ് യെസ്റ്റർഡേ ഇൻ Lok Sabha, and some opposition MPs walked out of the Lok Sabha in protest against the government's decision not to discuss about that issue. അപ്പം രണ്ടാമത്തേതെന്ന് വെച്ചാൽ NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ദാറ്റ് ഈസ് അനദർ കണ്ടൻഷ്യസ് because of the 3-language policy and the opposition by Tamil Nadu against the imposition of 3-language policy in NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അത് സ്വാഭാവികമായിട്ടും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റേഷൻ ഈസ് ഡൺ ബൈ എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഓഫ് ഇന്ത്യ, ആൻഡ് the എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ is Dharmendra Pradhan. He made some remarks against the DMK MPs, and DMK MPs complained that it was an insulting remark, and അവസാനം ധർമ്മേന്ദ്ര പ്രധാൻ അതിനെന്തോ അപ്പോളജി പറയും, ആ റിമാർക്ക് എക്സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു സ്പീക്കർ. അപ്പൊ അതിനെയൊക്കെ കുറിച്ച് ആണ് ഈ ന്യൂസിലുള്ളത്. പക്ഷെ എന്തായാലും ഞാൻ പറഞ്ഞോണ്ടെന്ന് എത്രയേ ഉള്ളൂ, ബഡ്ജറ്റ് സെഷന്റെ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അത് ആയിട്ട് ബന്ധപ്പെട്ട് ഇന്നൊക്കെയും ഒരുപാട് വിഷയങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലൊക്കെ നടക്കുന്നുണ്ട്. Second news is about talks yield no result. Highways remain blocked in Manipur. Another news, and that was also discussed by me yesterday, because Manipur is under president's rule. You all know that. And after that, Union Home Minister Amit Shah gave an ultimatum to the state administration to open all the highways for free movement of people by March 8. So March 8 has already passed. Now it is March 11 today. So highways are open aki. Appa cookies or communities not ready to allow free movement of people through their areas. They want a separate administration. They want a separate union territory for the cookies of people to administer their own areas. They don't want to coexist with the mighty community in Manipur. That is the issue now. അപ്പോൾ അതിന്റെ പേരിൽ കുറെ വിഷയങ്ങൾ നടക്കുക. അപ്പം ഇപ്പോഴും ഹൈവേസ് ഒക്കെ ബ്ലോക്ക്ഡ് ആണ് എന്നൊരു ന്യൂസ് ആണ്. സോ ഗവർണർ ഓഫ് മണിപ്പൂർ ആണ് അവിടെ റൂൾ ചെയ്യുന്നതൊക്കെ അറിയാം. അജയ് കുമാർ ബെല്ല ഇസ് ദ ഗവർണർ ഓഫ് മണിപ്പൂർ. അജയ് കുമാർ ബെല്ല. Then this is a very important news, especially for India. This is an important development because already India and Canada relationship is in a very strained. It is going on in a very strained manner because of the fact that the previous Prime Minister of Canada, Justin Trudeau, made some harsh allegations against India without any proof against India. അപ്പം അതിന്റെ പേരിൽ ഹൈ കമ്മീഷണേഴ്സിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഡ്രോ ചെയ്തു. കനേഡിയൻ ഹൈ കമ്മീഷണർ ടു ഇന്ത്യ നമ്മൾ എക്സ്പെൽ ചെയ്തു, ഇന്ത്യൻ ഹൈ കമ്മീഷണർ ടു കാനഡയെ അവർ എക്സ്പെൽ ചെയ്തു. അങ്ങനെ കുറെ വിഷയങ്ങളുണ്ടായി. അപ്പം അതിനുശേഷം ജസ്റ്റിൻ ട്രൂഡോ പ്രൈം മിനിസ്റ്റർ പൊസിഷനിൽ റിസൈൻ ചെയ്തു. ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് കാനഡ മാർക്ക് കാർണിയാണ്. മാർക്ക് കാർണി. അപ്പൊ അതൊരു വലിയ ന്യൂസ് ആയിട്ട് ഇവിടെ കാണാം. പിന്നെ അവിടെ തന്നെ മറ്റൊരു ന്യൂസ് ഉണ്ട്. ലളിത് മോഡി എന്ന് പറയുന്ന, അതൊന്നും വേണ്ട നമുക്ക്. ലളിത് മോഡി ആക്ച്വലി സം ഫിനാൻഷ്യൽ ഫ്രോഡ്സ് നടത്തിയിട്ട് വിജയ് മല്യയൊക്കെ പോലെ ഇന്ത്യയിൽ നിന്ന് പോയ ഒരാളാണ്. അയാളെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് താഴോട്ട് വരുമ്പോൾ ന്യൂസുകളും വലിയതായിട്ട് എനിക്കൊന്നും പറയാനില്ല. പക്ഷെ അവിടെ ഒരാളെ കുറിച്ചുണ്ട്, അത് നമ്മൾ എഴുതിയിരിക്കൊന്നും വേണ്ട. ഷർജുൽ ഇമാം എന്ന് പറയുന്ന ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡന്റ്, ആന്റി CAA പ്രൊട്ടസ്റ്റിന്റെ പാർട്ടായിരുന്നു. അയാളെ ഇപ്പോഴും UAP ഒക്കെ ആണ് അയാൾക്കെതിരെ. ആന്റി CAA, വാട്ട് ഈസ് CAA? സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്. വാട്ട് വാസ് CAA? സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്. അത് എന്തായിരുന്നു വെച്ചാല്, ഇന്ത്യയില് മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന, ഇന്ത്യക്ക് ചുറ്റും കിടക്കുന്ന 3 രാജ്യങ്ങൾ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിംസ് ഒഴികെയുള്ള 6 മൈനോറിറ്റീസിന്,
അതായത് ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, ബുദ്ധമതക്കാർ, സിഖ് മതക്കാർ, ജൈനമതക്കാർ, പാഴ്സികൾ, ഈ 6 മൈനോറിറ്റീസ്, if they are coming from, if they are migrating to India from Bangladesh, Afghanistan or Pakistan, they will be entitled for the citizenship of India എന്നുള്ളൊരു സംഭവമാണ് CAA, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്. അപ്പോൾ അത് സിൻസ് ദേ ആർ ഫേസിങ് റിലീജിയസ് പെർസിക്യൂഷൻ, ദീസ് മൈനോറിറ്റീസ് ആർ ഫേസിങ് റിലീജിയസ് പെർസിക്യൂഷൻസ് ഇൻ ദീസ് Muslim majority countries of Pakistan, Bangladesh and Afghanistan, India government is ready to give them citizenship. അതാണ് ഇതിന്റെ ഒരു CAA എന്ന് പറയുന്നതിന്റെ സാരാംശം. ബട്ട് ഒരു റിലീജിയസ് ആംഗിൾ അതപ്പോൾ അതിന് വന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും സിറ്റിസൺഷിപ്പ് ഗ്യാരണ്ടി ചെയ്യുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ അത് ഇസ്ലാം മതത്തിലുള്ളവർക്ക് മാത്രം ആ ഒരു സിറ്റിസൺഷിപ്പ് ഡിനൈ ചെയ്യപ്പെട്ടത് കൊണ്ടാണ് CAA, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്, വലിയ വിവാദത്തിന് ഇന്ത്യയിൽ കാരണമായത്. ഓക്കെ, അപ്പൊ ആ ഒരു ന്യൂസ്, സോറി, അത് ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് വന്നതുകൊണ്ട് 2019 സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ഇന്ത്യയിൽ വരുന്നത്. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജ് ആണ്. സ്റ്റേറ്റ്സ് പേജിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. മഹാരാഷ്ട്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. മഹാരാഷ്ട്രയുടെ ബഡ്ജറ്റ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. തമിഴ്നാടു CM ധർമ്മേന്ദ്ര പ്രധാൻ ഇന്നലെ ലോക്സഭയിൽ നടത്തിയ റിമാർക്സിന്റെ പേരിൽ ക്രിട്ടിസൈസ് ചെയ്തേക്കുന്ന ആ ഒരു ന്യൂസ് കാണാം. പിന്നെ ആസാമിന്റെ ബഡ്ജറ്റിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ ആണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഹിമാന്ത ബിശ്വ ശർമ്മ ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ആസാം. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞു ബീഹാറിൽ ഇലക്ഷൻ വരാൻ പോയാണ്. ഇന്ത്യയിൽ ഈ വർഷം ഇനി ഇലക്ഷൻ നടക്കാൻ ബിഗ് സ്റ്റേറ്റ് ആണ് ബീഹാർ എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് കാണാം. പിന്നെ ഔറംഗസേബ് സ്റ്റോം, ഔറംഗസേബിന്റെ ശവകുടീരം. ഔറംഗസേബ് നിങ്ങൾക്കൊക്കെ അറിയാം, മുഗൾ ചക്രവർത്തിയായിരുന്നു. ഹിന്ദുസിന് അഗേൻസ്റ്റ് ആയിട്ട് വലിയ ഹേട്രഡ് പുലർത്തിയിരുന്ന ആളായിരുന്നു ഔറംഗസേബ് എന്നൊക്കെയാണ് ചരിത്രത്തില് പറയുന്നതെന്നാ പറയപ്പെടുന്നത്. അപ്പൊ അതിന്റെ പേരില് ഔറംഗസേബിന് ഇപ്പം BJP ഭരിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഔറംഗസേബിന് അഗേൻസ്റ്റ് ആയിട്ട് കുറച്ചുകൂടെ ഒരു ഹേട്രഡ് ഇപ്പം ഉണ്ട്. അപ്പൊ ഔറംഗസേബിന്റെ ടോം ഇപ്പോ നിലനിൽക്കുന്നത് എനിക്ക് തോന്നുന്നു സംഭാജി നഗറിലാണ്. സംഭാജി നഗർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ്. അപ്പൊ അവിടെ നിന്ന് റിമൂവ് ചെയ്യണം ആ ടോം, ആ ശവകുടീരം എന്നാണ് കുറെ പേര് ആവശ്യപ്പെട്ടേക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ദേവേന്ദ്ര ഫട്നാവിസ്, മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ. ഓക്കെ, എന്തായാലും ജസ്റ്റ് അത് പറഞ്ഞതാ. പിന്നെ താഴോട്ട് വരുമ്പോ 2 granted citizenship under CAA in Assam. Already I told you what is CAA. So CAA, only 6 minority communities persons from Bangladesh, Afghanistan and Pakistan, they can migrate to India if they are facing religious persecution and they will be entitled for citizenship of India. അതാണ് CAA, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പം അത് ഇപ്പൊ 2 പേർക്ക് ആസാമിൽ കൊടുത്തു എന്നാണ്. പക്ഷെ അതിന് കട്ട് ഓഫ് ഡേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. 2014 മുമ്പ് അങ്ങനെ എന്തോ ആണ്. 2014 ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റിന് മുമ്പ് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തവരായിരിക്കണം, എന്നാലൊക്കെ അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുള്ളൂ. ഓക്കെ, ആ ഡേറ്റ് ഒക്കെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പം അതാണ് അവിടുത്തെ ന്യൂസ്. ഇവിടെ നിങ്ങൾക്ക് ഒമർ അബ്ദുള്ളയുടെ ഒരു ഫോട്ടോയും കാണാം. ഒമർ അബ്ദുള്ള ജമ്മു ആൻഡ് കാശ്മീരിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ വീണ്ടും സ്റ്റേറ്റ്സ് പേജ് ആണ്. അവിടെ നിങ്ങൾക്ക് തെലങ്കാനയിലെ ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാൽ പ്രോജക്റ്റിൽ നടന്ന ആ ഒരു ആക്സിഡന്റ് ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ സ്റ്റിൽ ഗോയിങ് ഓൺ. ബട്ട് ആരെങ്കിലും ഇപ്പൊ ജീവനോട് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അവരെല്ലാരും മരിച്ചു കാണും. ഒരു ഡെഡ് ബോഡി കിട്ടിയെന്നില്ല. ഓക്കെ, അപ്പൊ ഇനി റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതൊക്കെയാണ് ഈ പേജിലെ ന്യൂസുകൾ. അല്ലാതെ വേറെ ഈ ന്യൂസ് ഒന്നും ഈ പേജിൽ പറയാനില്ല. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ മൈൽസ് ടു ഗോ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ദാറ്റ് ഈസ് ആൻ എഡിറ്റോറിയൽ അബൌട്ട് ദ സിറ്റുവേഷൻ ഇൻ മണിപ്പൂർ. സോ currently the central government is doing the right things. That is what the essence of this editorial. Previously Hindu was so critical about central government's actions in Manipur because there was no action, there was only inaction during the last 1 year. After the eruption of that violence in Manipur, only Home Minister Amit Shah visited Manipur once, I think so, and Indian Prime Minister never visited Manipur. And that administration in Manipur under N. Biren Singh, the Chief Minister of Manipur was Biren Singh previously. His administration was a total failure in containing the violence. So ultimately the central government acted now and imposed
president's rule in Manipur. Adum a failure on a government because even if the BJP has majority in the Legislative Assembly of Manipur, they were not able to find a leader who is acceptable to all sections of the society. If a mighty leader is selected, then Kuki MLAs of BJP will oppose it. And if a Kuki leader is selected, then definitely the majority community, mighty community, and their leaders will, their MLAs will oppose it. Because of that complex situation, even if BJP is having majority in the Legislative Assembly, they decided to go for president's rule for the time being. And they put the Legislative Assembly in the suspended animation. That can be revived at any time since it is in suspended animation. And if the situation is conducive, they will find a new leader for leading the government, and they will remove the suspension of the Legislative Assembly and will start with a new chief minister, start with a new government. അപ്പോൾ ഇപ്പം നിലവിൽ അത് പ്രസിഡന്റ്സ് റൂളിലാണ്, അജയ് കുമാർ ബെല്ലയാണ്. അപ്പോൾ അതിനുശേഷം അവിടെ ചെയ്ത കാര്യങ്ങൾ, അജയ് കുമാർ ബെല്ല, ദ ഗവർണർ ഓഫ് മണിപ്പൂർ, asked all the militant organizations there to surrender the arms they looted from the constabularies. അവിടുത്തെ കോൺസ്റ്റാബിലറീസിൽ നിന്ന് ഒരുപാട് thousands of arms were looted by the various extremist organization, and they used those arms in this riot situation and killed people with those arms. എത്രയും പെട്ടെന്ന് സറണ്ടർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സറണ്ടർ ചെയ്യണമെങ്കിൽ അവർക്കെതിരെ കേസ് എടുക്കുമെന്ന് പറഞ്ഞു. Around 2/3 of arms were surrendered by these militants after hearing this statement of Governor Ajay Kumar Bella. Still 1/3 arms are with the extremist organizations only. So ആ ഒരു പ്രോസസ്സിലൊക്കെ കുറെ പോസിറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഹൈവേ ബ്ലോക്കിംഗ് ഞാൻ പറഞ്ഞല്ലോ, ഫ്രീ മൂവ്മെന്റ് മാർച്ച് 8 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഈസ് നോട്ട് done because of the stiff opposition by the Meitei community against the free movement of the stiff opposition of the Kuki community against the free movement. They are demanding a separate administration for them, separate union territory for them, but the government of India is not ready to accede to such kinds of demands. And Hindu is suggesting the government of India should deal with those people who are making unreasonable demands for the free movements and all. The government should deal those people very strictly, very sternly എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് എഡിറ്റോറിയൽ ഈസ് അബൌട്ട് ഇന്ത്യ സക്സസ് ഇൻ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ്. അത് ഇപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. യു ഓൾ നോ about the success of India, and already you might have read a lot of articles about India's success also. The architect of our success is obviously Rohit Sharma, and he led by example in this Champions Trophy tournament. He made his best performance in the final. Because of his performance only, India got a solid start, and India reached the shore of success on the shoulders of Rohit Sharma, and other players also supported him very well. Shreyas Iyer, then KL Rahul, Hardik Pandya in bowling. All the bowlers performed well. So the team acted as a unit, acted as a എന്താ പറയുന്ന ഒരു വെൽ ഓയിൽഡ് മെഷീൻ പോലെ ആക്ട് ചെയ്തു. ഇന്ത്യ വിൻ ചെയ്തു. അപ്പൊ ഇന്ത്യയെ ഒരുപാട് ഫാക്ടേഴ്സ് സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നില്ല പാകിസ്ഥാനിലേക്കൊക്കെ ഒന്നും. ഇന്ത്യക്ക് ഒരേ വെന്യൂവിൽ എല്ലാ കളികളും കളിക്കാൻ പറ്റി, ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ. അതൊക്കെ ഇന്ത്യ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്ത്യ വൺ എ 50 over ICC championship, ICC World Championship after a ഗ്യാപ്പ് ഓഫ് 12 years. 2013 അവസാനം ഒരു ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ വിൻ ചെയ്തത്. പിന്നെ T20 വേൾഡ് കപ്പ് വിൻ ചെയ്തു. അത് 2020 ഫോർമാറ്റ് അല്ലേ, 50 over ഫോർമാറ്റിൽ ഇന്ത്യ പിന്നെ ഇപ്പോഴാണ് ഫൈനലിൽ 2023 വേൾഡ് കപ്പിന്റെ ഫൈനൽ ഒന്നെങ്കിൽ ഫൈനലിൽ ഓസ്ട്രേലിയ തോറ്റുപോയി. അപ്പൊ അത് അതിനെ കുറിച്ചൊരു എഡിറ്റോറിയലാണ്. പിന്നെ ആർട്ടിക്കിൾസ് നോക്കുമ്പോൾ ഇന്ത്യ US ട്രേഡ് അഗ്രിമെന്റ് ആൻഡ് ദ ടെസ്റ്റ് ഓഫ് WTO ലോസ് എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഇത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ആർട്ടിക്കിളാണ്. ഇതിൽ പറയുന്ന വേറൊന്നുമല്ല, ഇന്ത്യ ഈസ് ഗോയിങ് ടു സൈൻ a BTA, bilateral trade agreement with the USA in this year itself. The initial discussions already started between India and USA, and India's Commerce Minister Piyush Goyal already visited USA for initiating the discussions for bilateral trade agreement. പക്ഷേ ഈ bilateral trade agreement
WTOയുടെ ചില ലോസിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലാണ് ഇതിൽ പറയുന്നത്. വേറെ ഒന്നുമല്ല, ഇതില് ഈ നമ്മൾ ഈ രണ്ട് രാജ്യങ്ങളുടെയും താരിഫ്സ് ഒക്കെ ഇപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പം ഡൊണാൾഡ് ട്രംപിന്റെ ഈ പറഞ്ഞ ഇന്ത്യക്ക് അഗേൻസ്റ്റ് ഉള്ള താരിഫ്സ് ഒന്നും ഇന്ത്യയെ ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ US കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡിന് വേണ്ടിയിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കിയാണ്. പക്ഷെ അങ്ങനെയുള്ള എഗ്രിമെന്റ്സ് ഉണ്ടാക്കുമ്പോൾ അത് മറ്റെല്ലാ രാജ്യങ്ങളോടും അത്തരത്തിലുള്ള എഗ്രിമെന്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഈ ഒരു നമ്മൾ ഇപ്പൊ US-ഉമായിട്ട് നമ്മളൊരു ബയലാട്രൽ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ അതേ പ്രൊവിഷൻസ് വെച്ച് നമുക്ക് മറ്റു രാജ്യങ്ങളുമായിട്ട് അത്തരത്തിലുള്ള ബയലാട്രൽ ട്രേഡ് എഗ്രിമെന്റുകൾ ഉണ്ടാക്കാൻ പറ്റണം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ചില രാജ്യങ്ങളെ മാത്രം നമ്മൾ ഫേവർ ചെയ്യുന്ന പോലെ ആയി പോകും. അപ്പൊ അതൊരു പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ആവും. അപ്പൊ അത് WTO ഉണ്ടാവാൻ കാരണമായ ഒരു എഗ്രിമെന്റ് ഉണ്ട്, GATT, ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്. അതിൽ കുറെ പ്രൊവിഷൻസ് ഇതിൽ പറയുന്നുണ്ട്. ആ GATT അഗ്രിമെന്റിലെ പ്രൊവിഷൻസിന് എഗെയിൻസ്റ്റ് ആയി ചില രാജ്യങ്ങൾക്ക് മാത്രം പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് പോലെ ആയിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യയും അമേരിക്കയും WTO ലോസിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാറാതെ ഇന്ത്യയും US-ഉം ഈ ഉണ്ടാക്കുന്ന ബൈലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള സജഷൻസ് ഒക്കെ എഴുതി പറയുന്നത്. അതില് ഞാൻ ഈ GATT എന്താണെന്ന് പഠിച്ചു വെച്ചാൽ അതിൽ പലയിടത്തും റെഫർ ചെയ്യുന്നുണ്ട്. ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്സ്, അതിന്റെ ബേസിലാണ് WTO പ്രവർത്തിക്കുന്നത്, ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്സിന്റെ. അപ്പോ അതുപോലെ ഇതിൽ MFN എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞത്. MFN എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്ന് പറയുന്ന സംഭവമാണ് MFN. പിന്നെ ഇത് സത്യത്തില് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡിസ്കഷൻ ഇതിന്റെ വേണമെന്ന് വെച്ചാൽ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ നിങ്ങളുടെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ആവശ്യപ്പെടുന്ന മേഖലകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞോണ്ട് വന്നത്, ഈ WTOയുടെ ലോയേഴ്സിനെ വയലേറ്റ് ചെയ്യാതെ ഈ ഒരു ബൈലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇതൊരു ഇന്റരിം എഗ്രിമെന്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഇതൊരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അമേരിക്കയുമായിട്ട് അടുത്ത 10 വർഷത്തിനകം ഇന്ത്യ ഉണ്ടാക്കും. ആ 10 വർഷത്തിനകത്ത് വെച്ച് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു ഇന്റരിം എഗ്രിമെന്റ് ആയിട്ട് ഇത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ഉള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ അത് എനേബിളിംഗ് ക്ലോസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതായത് ഇപ്പൊ ഒരു ഡെവലപ്ഡ് കൺട്രിയും ഒരു ഡെവലപ്പിംഗ് കൺട്രിയും തമ്മിൽ ഒരു ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പം ഈ ഡെവലപ്പിംഗ് കൺട്രി ഡെവലപ്പിംഗ് കൺട്രിക്ക് ചില എക്സംഷൻസ് ആയി കൊടുക്കും താരിഫ്സിന്റെ കേസിലൊക്കെ. അതെന്ന് വെച്ചാൽ അത് WTO ലോസിന് എഗെയിൻസ്റ്റ് അല്ല. അപ്പം യഥാർത്ഥത്തിൽ നമ്മളിപ്പം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ട്രേഡ് റിലേറ്റഡ് എഗ്രിമെന്റ്സ് ഉണ്ടാക്കുമ്പോൾ GATT അഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതായത് ഈ WTO ലോസിൽ പറഞ്ഞിരിക്കുന്ന എക്സംഷൻസിന് അപ്പുറത്തേക്കുള്ള എക്സംഷൻസ് ഒന്നും പരസ്പരമുള്ള ട്രേഡിൽ കൊടുത്തുകൊണ്ടൊരു കരാർ ഉണ്ടാക്കാൻ പാടില്ല രണ്ട് രാജ്യങ്ങൾ തമ്മിൽ. പക്ഷെ അതേ സമയത്ത് എനേബിളിംഗ് ക്ലോസ് എന്ന് പറയുന്ന സംഭവം ഈ പറഞ്ഞ WTOയുടെ GATT അഗ്രിമെന്റ് അകത്തും MFN മോസ്റ്റ് ഫേവേർഡ് നേഷൻ പ്രിൻസിപ്പിൾ MFN പ്രിൻസിപ്പിളിന്റെ അകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനേബിളിംഗ് ക്ലോസ് എന്താണെന്ന് വെച്ചപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളിൽ ഒരെണ്ണം ഡെവലപ്പിംഗ് രാജ്യമാണെന്നുണ്ടെങ്കിൽ ആ ഡെവലപ്പിംഗ് രാജ്യത്തിന് കൂടുതൽ കൺസെഷൻ കൊടുത്താലും കുഴപ്പമില്ല. കാര്യം ആ രാജ്യം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അവരുടെ ട്രേഡ് ഒക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ഡെവലപ്ഡ് നേഷന്റെ ഒരു കൈ സഹായം പോലെ അവർക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ കൺസെഷൻ ഈ MFN ലോസിന്റെ ഒക്കെ WTOയുടെ MFN ലോസിനൊക്കെ ഘടകവിരുദ്ധമായിട്ട് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ സഹായം അതിൽ കൊടുക്കാം. പക്ഷെ അമേരിക്ക ഇന്ത്യ ബൈലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റിന് അത് ആപ്ലിക്കബിൾ ആവത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇന്ത്യ ഒരുപാട് കൺസെഷൻ US-നും കൊടുക്കുന്നുണ്ട് നമ്മുടെ ബൈലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റിൽ. അപ്പം US ഒരിക്കലും ഡെവലപ്പിംഗ് നേഷൻ അല്ലല്ലോ. US ഒരു ഡെവലപ്ഡ് നേഷനാണ്. ഡെവലപ്ഡ് നേഷനായ US-ന് ഡെവലപ്പിംഗ് നേഷനായ ഇന്ത്യ കുറെ കൺസെഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് എനേബിളിംഗ് ക്ലോസ് എന്ന് പറയുന്ന സംഭവത്തിന്റെ ആ പരിധിക്കകത്ത് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം ഇതിന്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റൂല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഇത് പറയുന്നത് US-ഉം ഇന്ത്യയും തമ്മിൽ ഉണ്ടാക്കാൻ പോണ ബൈലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റ് എന്ന് പറയുന്ന സംഭവം WTOയുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ GATT-ലെ ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്സിലെ ചില പ്രൊവിഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ. അതുപോലെ ഈ പറഞ്ഞ WTOയുടെ തന്നെ MFN മോസ്റ്റ് ഫേവേർഡ് നേഷൻ ലോസ് എന്ന് പറഞ്ഞ കുറെ സംഭവങ്ങളുണ്ട്.
അതിനെയും ചിലപ്പം കോൺട്രഡിക്ട് ചെയ്യുന്ന രീതിയിലായേക്കാം നമ്മളെ ഈ എഗ്രിമെന്റ് ബയലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ്. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിലുള്ള WTO ലോസിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരും ഈ ഇന്ത്യ US ബയലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുത്തു വേണം ഇന്ത്യയും US തമ്മിൽ ഈ പറഞ്ഞ ബയലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാക്കാനുള്ളതെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ സ്റ്റിൽ അതാണ് എന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ ഡസ് TN ഓഫർ എഞ്ചിനീയറിംഗ് കോഴ്സസ് ഇൻ തമിഴ് എന്നൊരു ആർട്ടിക്കിൾ കാണാം. അതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് വായിക്കേണ്ട ആവശ്യമില്ല. തമിഴ്നാട് ഇപ്പൊ ഈ ലാംഗ്വേജ് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായപ്പോ ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ അമിത് ഷാ പറഞ്ഞു തമിഴ്നാട് ഈ അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് ആയ തമിഴില് അവിടുത്തെ ടെക്നിക്കൽ കോഴ്സസ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് പോലുള്ള കോഴ്സുകളും അതുപോലെ MBBS കോഴ്സുകൾ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഓൾറെഡി തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് പണ്ട് കരുണാനിധി അവിടെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ പിന്നീട് ഇതിപ്പോ മന്ദഗതിയിലായിപ്പോയി. കാര്യം പിള്ളേർ ഇംഗ്ലീഷിൽ അവർക്ക് ഈ എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യം, അല്ലാതെ അവർക്ക് സ്വന്തം ഭാഷയെ തമിഴിൽ പഠിക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. അപ്പൊ അതിനെ കുറിച്ച് അതിൻ്റെ അത് പറഞ്ഞു. അങ്ങനെ പതുക്കെ ആ ഒരു പ്രോജക്റ്റ് തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുക. പക്ഷെ അപ്പോഴും MBBS അവിടെ തമിഴ്നാട്ടുകാർ പഠിക്കുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. ഒരിക്കൽ പോലും അത് തമിഴിൽ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അതിനെ കുറിച്ച് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇപ്പൊ ലാംഗ്വേജ് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായല്ലോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട്, അതിന്റെ ബേസിലാണ് ഇതൊക്കെ പറയുന്നത്. പിന്നെ വാട്ട് ഈസ് ബിഹൈൻഡ് ദ റൈസ് ഓഫ് ക്യുക്ക് കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ കാണാം. അതും ഈ ക്യൂ കൊമേഴ്സിനെ കുറിച്ചാണ്. ക്യൂ കൊമേഴ്സ് അറിയാലോ, നമ്മളുടെ ഇപ്പോഴത്തെ കൊമേഴ്സിന്റെ ഒരു പുതിയ ബൈ പ്രോഡക്റ്റ് ആണല്ലോ ക്യൂ കൊമേഴ്സ് എന്ന് പറയുന്നത്. കൊമേഴ്സ് നമുക്കറിയാം, ഫ്ലിപ്കാർട്ടും ആമസോണും ഒക്കെ പോലുള്ള കമ്പനികൾ അവര് ശേഷം അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് പോലെ വന്നതാണ് ക്യൂ കോമേഴ്സ്. 10 തൊട്ട് 20 മിനിറ്റ് കൊണ്ട് നമ്മളെ സാധനങ്ങൾ വീട്ടിൽ കൊണ്ട് തരുന്ന, ഓർഡർ ചെയ്ത് 10 to 20 മിനിറ്റ്സ് വീട്ടിൽ വരും. നമ്മുടെ സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ നടത്തുന്ന ഫുഡ് ഡെലിവറി പോലും ക്യൂ കോമേഴ്സ് ആണ്. അവരുടെ തന്നെ ബ്ലിങ്കിറ്റ്, ഇൻസ്റ്റാമാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ, സാധനങ്ങൾ വീട്ടിൽ കൊണ്ട് തരാനുള്ള, അത് ഒക്കെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ക്യൂ കോമേഴ്സ് കമ്പനികൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളുടെ റിലയൻസിന്റെ ജിയോ മാർട്ടും ഒക്കെ അത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വളർച്ചയെ കുറിച്ചാണ് ഇന്ത്യയിൽ അത് എന്തുകൊണ്ട് സെപ്റ്റോ ഒക്കെ ക്ലാസിക് ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ക്യൂകമേഴ്സ് കമ്പനികളാണ്. അപ്പം ആ ക്യൂകമേഴ്സിനെ കുറിച്ചൊരു ആർട്ടിക്കിളാണിത്. 10 to 20 മിനിറ്റ്സിൽ വീട്ടിൽ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യും, അതാണ് ക്യൂകമേഴ്സ്. പിന്നെ നാഷണൽ പേജിലേക്ക് പോകുമ്പോൾ ന്യൂഡൽഹി കൺസിഡേഴ്സ് റീസ്റ്റോറിംഗ് ഹൈ കമ്മീഷണർ ടു കാനഡ ടു റീസെറ്റ് ടൈസ്. അത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കാനഡ ഈസ് ഗോയിങ് ടു ഗെറ്റ് എ ന്യൂ പ്രൈം മിനിസ്റ്റർ. ജസ്റ്റിൻ ട്രൂഡോ resigned from the position of prime minister, and because of the strained relationship between New Delhi and Justin Trudeau, India's relationship with Canada rock bottomed during the last 6 months. Now Canada is going to get a new prime minister. അപ്പോൾ ഇന്ത്യ ചിലപ്പോൾ റിലേഷൻഷിപ്പ് റീസെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആലോചിക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതാണ് ന്യൂസ്, അതാണ് ഈ വലിയ ന്യൂസ്. പുതിയ പ്രൈം മിനിസ്റ്ററാണ് മാർക്ക് കാർണി. പിന്നെ കൽക്കട്ട ഹൈക്കോടതി ജഡ്ജ് ജോയ് മല്യ ബാഗ്ചി എലിവേറ്റഡ് ടോപ്പ് കോർട്ട് ഏതാണ്? സുപ്രീം കോർട്ടിൽ മൊത്തം എത്ര ജഡ്ജിമാരുണ്ട്? 34 ജഡ്ജിമാർ, ഇൻക്ലൂഡിംഗ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. 34 ജഡ്ജസ് ആർ ദെയർ ഇൻ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സോ ഫുൾ സാങ്ഷൻ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 34 ആണ്. ഔട്ട് ഓഫ് ദോസ് 34 ജഡ്ജസ് only 2 ആർ വിമൻ ജഡ്ജസ്. ആ വിമൻസ് ഡേയിൽ, ഇന്റർനാഷണൽ വിമൻസ് ഡേയിൽ അതിനെ കുറിച്ച് കണക്ക് വന്നു. ആ 34 ജഡ്ജിമാരിൽ 2 പേരേ ഉള്ളൂ വിമൻ ജഡ്ജിമാർ. അപ്പൊ എന്തായാലും കൽക്കട്ട ഹൈക്കോടതിയിലെ ജഡ്ജിയായ ജോയ് മല്യ ബാഗ്ചിയാണ് പുതിയ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് എലിവേറ്റ് ചെയ്യപ്പെട്ടേക്കുന്നത്. അപ്പം അത് ഒന്നും നിങ്ങൾ കാണാനൊന്നും പഠിക്കണ്ട. പക്ഷേ സുപ്രീം കോടതി ജഡ്ജിമാരെ സെലക്ട് ചെയ്യുന്ന ആരെന്ന് അറിഞ്ഞിരിക്കുന്നത് കൊളീജിയം ആണ്. കൊളീജിയം സിസ്റ്റമാണ് സെലക്ട് ചെയ്യുന്നത്. കൊളീജിയം മീൻസ് 5 senior most judges of Supreme Court. 5 senior most judges of Supreme Court. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള സുപ്രീം കോർട്ടിലെ 5 സീനിയർ മോസ്റ്റ് ജഡ്ജസ് ആണ് എന്തെന്ന് പറയുന്നത് കൊളീജിയം എന്ന് പറയുന്നത്. അവരാണ് ഈ ജഡ്ജിമാരൊക്കെ സെലക്ട് ചെയ്യുന്നത്. ഈവൻ ഇഫ് ദേ ആർ സെലക്ടിങ് ആൻഡ് റെക്കമെൻഡിങ് ദ നെയിം ഓഫ് ജഡ്ജസ് ടു ബി അപ്പോയിന്റഡ് ടു സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ or various high courts of India, that appointment will be done by President of India only. പ്രസിഡന്റ് ആണ് ചെയ്യുന്നത്.
ഹലോ ഹലോ അനുജ് അനുജ് ഹലോ. എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ബാങ്കിൽ പോയി അതെല്ലാം ചെയ്തായിരുന്നു. അതെല്ലാം ചെയ്ത് നോക്കിയതാണ്. എല്ലാം അത് ഞാൻ ബാങ്കിൽ പോയി അവരെനിക്ക് കാണിച്ചു തന്നു. അതെല്ലാം ഞാൻ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം വെരിഫൈഡ് ആണ്. ബാങ്കുകാർ എനിക്കത് കാണിച്ചു തന്നു. അവരതെല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഹരിയിലത് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിലും നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പൊ അതാണ് വിഷയം. അത് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഉണ്ടെന്ന് അപ്പൊ പക്ഷേ അത് ഞങ്ങൾ പല കാർഡുകൾ വെച്ച് ട്രൈ ചെയ്ത് നോക്കി. ഒരു കാർഡിലും പറ്റുന്നില്ല. പറ്റുന്നില്ല അല്ലേ? അപ്പൊ അതെന്തായിരിക്കും? നമ്മൾ എന്നിട്ട് വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൽ വരെ നോക്കി, പറ്റുന്നില്ല. വേറെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ടും പറ്റുന്നില്ല. ആ ആണോ? എററാണ് കാണിച്ചതെന്ന് പറഞ്ഞു അശ്വത്. അവര് പുതിയത് ചെയ്ത് നോക്കിയിട്ട്. ഓക്കെ. അതറിയേണ്ടതല്ലേ? അത് അവരറിയേണ്ടതല്ലേ? ആ അതാണ് അതാണ് ആ അതെ 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 അതെ. ഒന്ന് നോക്കിയിട്ടൊന്ന്. ഓക്കെ ഓക്കെ. നടക്കുന്ന ഒരു വിധത്തിൽ നടക്കുന്നില്ല. അതെ ആ ആ ആ ആ വേറെ അടിച്ചോണ്ടിരിക്കാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ. ഓ ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ശരി ശരി. സോറി, ഒരു ഇമ്പോർട്ടന്റ് കോൾ ആയിരുന്നു, അതുകൊണ്ടാണ് അറ്റൻഡ് ചെയ്തത്. ചിലപ്പോൾ ഇനി ഒന്ന് രണ്ട് തവണയും കൂടെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ, നെക്സ്റ്റ് പേജിൽ ലോക്സഭയിൽ ഇപ്പൊ എന്താ ബഡ്ജറ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെന്റ് നടപടിക്രമങ്ങളെ കുറിച്ചായിരിക്കും ഇനി എല്ലാ ദിവസവും ഈ പേജ് നടന്നത്. ഓപ്പോസിഷൻ എം പി സ്റ്റേജ് വാക്കൌട്ട് ഇൻ രാജ്യസഭ. രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ്. Parliamentary panel asked government to conduct census at the earliest. Census is already delayed because you all know the last census of India happened in 2011. After every 10 years, we have to conduct the census. Based on that, we should conduct our census in 2021 itself. But at that time, India was facing severe COVID crisis, and so the government of India delayed census. But now there is no COVID, no other issues, but still government is not conducting census and they are delaying. അതിനൊരു കാരണമുണ്ട്, വേറെ ഒന്നുമല്ല. അവർ പറയുന്നില്ലെന്നേ. ഡീലിമിറ്റേഷൻ എക്സർസൈസ് 2026 സെൻസസിന് ശേഷം മാത്രമേ നടപ്പാക്കാൻ പറ്റൂ. 2026 വരെ ഡീലിമിറ്റേഷൻ നടപ്പാക്കാനും പറ്റൂല. അപ്പൊ 84th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് 2026 വരെ ബാർ ചെയ്ത് വെച്ചേക്കാം ഡീലിമിറ്റേഷൻ. അപ്പൊ 2026 ആ ബാറ് മാറുമ്പോൾ ഒരു സെൻസസ് നടത്തും. ബേസ്ഡ് ഓൺ ദാറ്റ് സെൻസസ് ഡീലിമിറ്റേഷൻ നടത്തും. അതിനാണ് ഗവൺമെന്റ് അത് ഡിലേ ചെയ്യിക്കുന്നത്. അപ്പൊ എന്തായാലും അതിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. താഴോട്ട് വരുമ്പം മണിപ്പൂരിലെ പ്രസിഡന്റ്സ് റൂളിനെ കുറിച്ചുള്ള കാര്യമൊക്കെയാണ്. ബാക്കി ഇവിടെ വേറൊന്നും പറയാനില്ല. അശ്വനി വൈഷ്ണവ് പാർലമെന്റിൽ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ്. അശ്വനി വൈഷ്ണവ് റെയിൽവേ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. അദ്ദേഹം റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ നടത്തി. അതിനെ കുറിച്ചൊരു ന്യൂസും കാണാം. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ, India second largest arms importer after Ukraine in 2020-24 says SIPRI. SIPRI എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഷോർട്ട് ഫോം ആണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, SIPRI. അവരാണ് ഏറ്റവും കൂടുതൽ ഒരു ലോകത്ത് ഏത് രാജ്യമാണ് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്, ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യം ഇപ്പൊ ഈ വർഷം യുക്രൈൻ ആണ്. മുമ്പ് അത് ഇന്ത്യ ആയിരുന്നു. ഇപ്പം ഇന്ത്യ 2ാം സ്ഥാനത്ത് പോയി, യുക്രൈൻ 1ാം സ്ഥാനത്ത്. പക്ഷേ സ്റ്റിൽ ഇന്ത്യ is making tremendous progress because India is reducing our import dependence on arms. Previously, India was almost 100% importing arms from different countries. Now India is producing a lot of arms inside our country and we are exporting also.
So India is substantially reducing our import dependence with respect to these arms and all. But still, India is the second importer of arms in the world as per the latest estimates of SIPRI, latest study of SIPRI, Stockholm International Peace Research Institute. അവിടെ തന്നെ വേണ്ട, ഇന്തോനേഷ്യ ഹാസ് നോട്ട് ഡിസൈഡഡ് ഓൺ ബൈയിങ് മിസൈൽ ഫ്രം ബ്രഹ്മോസ്. ഞാൻ പറഞ്ഞില്ലേ, ബ്രഹ്മോസ് എന്ന് പറഞ്ഞ മിസൈല് ഇന്ത്യ റഷ്യയും തമ്മിൽ ജോയിന്റ്ലി ഡെവലപ്പ് ചെയ്താൽ നമ്മൾ അത് ഈ ഇടയ്ക്ക് ഫിലിപ്പൈൻസിന് വിറ്റു. നെക്സ്റ്റ് ഇന്തോനേഷ്യ ഈസ് ആക്ച്വലി ആക്റ്റീവ്ലി കൺസിഡറിങ് ഇന്ത്യാസ് ബ്രഹ്മോസ് മിസൈൽ ഫോർ their military needs. അപ്പോൾ ഇന്ത്യ അങ്ങനെ ആയുധങ്ങൾ വിൽക്കാൻ തുടങ്ങി. ഇപ്പൊ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യാനും ഇന്ത്യ സ്വന്തമായിട്ട് ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. അതുകൊണ്ട് ഗ്രാജുവലി ഇന്ത്യസ് ഇമ്പോർട്ട് ഡിപെൻഡൻസ് കുറയും. അപ്പൊ ഈ സിപ്രിയുടെ അടുത്ത കണക്കൊക്കെ വരുമ്പോൾ ഇന്ത്യ ഇനി 2ാം സ്ഥാനത്ത് 3ാം സ്ഥാനത്തേക്ക് 4ാം സ്ഥാനത്തേക്ക് പോകും. ഓക്കെ, പിന്നെ over 6 lakh cases identified as part of TB control campaign. TB, you all know, tuberculosis, ക്ഷയം. ലോകത്തെ ഏറ്റവും കൂടുതൽ TB പേഷ്യൻസ് ഉള്ള രാജ്യമാണ് ഇന്ത്യ. സോ ഇന്ത്യ put a very ambitious date to completely eliminate TB from India. That is 2025, this year. By this year, India wants to eliminate TB menace from India. So government is actively doing a lot of campaigns to reduce the incidence of TB and for early detection of TB. അപ്പൊ ഇപ്പൊ ഒരു 100 days ക്യാമ്പയിനിങ് നടത്തി ഏതാണ്ട് 6,10,000 ട്യൂബർക്കുലോസിസ് പേഷ്യൻസിനെ അക്രോസ് ഇന്ത്യ ഐഡന്റിഫൈ ഒക്കെ ചെയ്തു. അപ്പൊ ഈ വർഷമാണ് ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് TB ഇറാഡിക്കേറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന വർഷം. ഇന്ത്യയിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ TB പേഷ്യൻസ് ഉള്ളത്, അത് പറഞ്ഞിരിക്കാം. പിന്നെ ഇവിടെ വീണ്ടും ഒമർ അബ്ദുള്ളയുടെ ഫോട്ടോ കാണാം. കാശ്മീരിന്റെ ചീഫ് മിനിസ്റ്റർ ഒമർ അബ്ദുള്ളയുടെ പാർട്ടിയാണ് നാഷണൽ കോൺഫറൻസ്. പിന്നെ IRDA പുതിയ ചീഫിനെ കണ്ടുപിടിക്കാൻ ഗവൺമെന്റ് ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്ത ന്യൂസ് ഉണ്ട്. IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ആൻഡ് ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് ഇൻ ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടർ റെഗുലേറ്റ് ചെയ്യുന്ന IRDA ആണ്. ആൻഡ് ഇപ്പോഴത്തെ ചെയർമാൻ ദേബാശിഷ് പാണ്ഡെ ആണ്. അതിന് പഠിക്കേണ്ട, ദേബാശിഷ് പാണ്ഡെ is going to retire very soon. So government is actively searching for another name to fill the vacancy of Debashish Panda. അപ്പൊ IRDA ഹെഡ്ക്വാർട്ടേഴ്സ് പഠിച്ചു വെച്ചേക്കുക ഹൈദരാബാദ്. പിന്നെ സെബി മേ റീജിക് ഷോർട്ട് സെല്ലിംഗ് നോ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിനെയും കൊമോഡിറ്റി മാർക്കറ്റിനെയും റെഗുലേറ്റർ ആണ് സെബി. ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ സെബിയുടെ ചെയർമാൻ ആണ് തുഹിൻ കാന്ത പാണ്ഡ, ന്യൂ ചെയർമാൻ ഓഫ് സെബി, തുഹിൻ കാന്ത പാണ്ഡ. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ വേൾഡ് പേജില് വീണ്ടും യുക്രൈൻ റഷ്യ വാർ അവസാനിപ്പിക്കാൻ വേണ്ടി സൗദി അറേബ്യയിൽ വെച്ച് അമേരിക്കയുടെയും യുക്രൈന്റെയും ഒഫീഷ്യൽസ് തമ്മിൽ മീറ്റ് ചെയ്യാൻ പോകുന്നു. അതിൽ പങ്കെടുക്കാൻ വൊളോഡിമിർ സെലൻസ്കി യുക്രൈൻ പ്രസിഡന്റ് പോകുന്നു എന്നൊക്കെ ന്യൂസ് കാണാം. പിന്നെ സിറിയയിലെ പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ സിറിയയിൽ ഇപ്പൊ പുറത്തായ പ്രസിഡന്റ് ബഷർ അൽ അസാദിന്റെ അനുകൂലികളും ഇപ്പോഴത്തെ റൂളേഴ്സിന്റെ അനുകൂലികളും തമ്മിൽ വലിയ പ്രക്ഷോഭം നടക്കി ഒരുപാട് പേര് മരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതിനെ കുറിച്ച് ഒരു ന്യൂസും ഇതിനകത്തുണ്ട്. പിന്നെ Iran to consider talks on militarization of nuclear program. Yesterday I spoke about this news. Trump administration asked the Iranian leadership to start a new negotiation to denuclearize Iran. ഞാൻ ഇന്നലത്തെ ഹിന്ദുവില് ഒരു എഡിറ്റോറിയലൊക്കെ ഇതിനെ കുറിച്ച് ഉണ്ടായിരുന്നു. There was an agreement between Iran and US and other major powers. എന്തിനാന്ന് വെച്ചാല് ഇറാൻ ന്യൂക്ലിയർ പ്രോഗ്രാംസിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി. പക്ഷെ ചുമ്മാ ഒരു കാര്യമില്ല. ഡൊണാൾഡ് ട്രംപിന്റെ ഫസ്റ്റ് പ്രസിഡൻസിയുടെ സമയത്ത് അദ്ദേഹം അതിൽ നിന്ന് വിത്ഡ്രോ ചെയ്തു. ഇപ്പം എന്നിട്ട് ഇറാന് മേലെ ഒരുപാട് സാങ്ഷൻസ് ഏർപ്പെടുത്തി. ഇപ്പം വീണ്ടും ഇറാനുമായിട്ട് അമേരിക്ക പുതിയൊരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഡിസ്കഷൻസ് തുടങ്ങാൻ പോയാണ്. അപ്പം ഇറാൻ അത് പോസിറ്റീവായിട്ട് ഇപ്പൊ പ്രതികരിച്ചേക്കാണ്, അവര് ഡിസ്കഷന് തയ്യാറാണെന്ന്. പിന്നെ സ്പോർട്സ് പേജില് യൂറോപ്പിലെ ഫുട്ബോൾ ലീഗുകളെ കുറിച്ച് എപ്പോഴും ഞാൻ പറയുന്നതാണ്. ഇന്നലെ പറഞ്ഞു സിരിയയും പ്രീമിയർ ലീഗും ലാ ലിഗയും ഒക്കെ ഞാൻ പറഞ്ഞാണല്ലോ. പിന്നെ അണ്ടർ 20 ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇപ്പൊ ചാമ്പ്യനായ ഇന്ത്യയുടെ പുതിയ
ഗ്രാൻഡ് മാസ്റ്റർ ആണ് വി പ്രണവ് തമിഴ്നാട്ടിൽ നിന്നുള്ള പ്ലെയർ ആണ്. Under-20 ചെസ്സിൽ വേൾഡ് ചാമ്പ്യൻ ആണ്. പിന്നെ വേറൊന്നുമില്ല. ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു. ഞാൻ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്തത് രാവിലെ സാധാരണ 7:30 ഡിസ്കസ് ചെയ്യുന്ന ഞാനാണ്. ഇന്നിപ്പം 4:35 ആയി. അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് ക്ഷീണിച്ചതുപോലെ പറയുന്നത്. അപ്പോൾ അതേ സത്യത്തിൽ ഇന്ന് സമയമില്ലായിരുന്നു. എന്നിട്ട് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് കരുതിയിട്ടാണ് ഈ ക്ലാസ് എടുത്തത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നത്തെയും പോലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പക്ഷേ പറഞ്ഞില്ലെങ്കിൽ സോറി. അപ്പോൾ അടുത്ത ദിവസം കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കുറേ പേഴ്സണൽ അസൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് ക്ലാസ് എടുക്കാൻ ടൈം കിട്ടുന്നില്ല. പക്ഷേ പലരും സജസ്റ്റ് ചെയ്യുന്നു ക്ലാസ് നിർത്തരുത്, കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു ടൈമിലായിരിക്കും ഇത് എടുക്കുന്നത്. അപ്പോൾ ചിലപ്പം രാവിലെ എടുക്കുന്ന അത്രത്തോളം ഒരു ഫ്രഷ്നെസ് ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ല എന്ന് വരും. അപ്പം സോറി ഫോർ ദാറ്റ്.